ഹായ് ഫ്രണ്ട്സ്, എം ആർ ലാൽ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കർക്കിടക മാസം ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കേൾക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. കർക്കിടക ചികിത്സ, കർക്കിടക കഞ്ഞി, പത്തിലത്തോരൻ. അതിൽ പത്തിലത്തോരൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. കർക്കിടക കഞ്ഞിയും പത്തിലത്തോരനും ഒക്കെ കഴിഞ്ഞ വർഷവും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വർഷം നമുക്ക് റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ പത്തിലത്തോരൻ കഴിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. നമ്മുടെ ശരീരത്തിൻ്റെ ബലത്തിനും ചർമ്മത്തിൻ്റെ സൗന്ദര്യത്തിനും രോഗപ്രതിരോധ ശേഷി കൂട്ടാനും അതുപോലെ തന്നെ ദഹന പ്രക്രിയ സുഗമമാക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ പത്തിലത്തോരൻ കർക്കിടക മാസത്തിൽ കഴിക്കുന്നത്. നമ്മുടെ ചുറ്റുപാടുമുള്ള ഭക്ഷ്യയോഗ്യമായ ഓരോ ഇലകൾക്കും അതിൻ്റേതായ സവിശേഷതകളും ഗുണങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ 10 ഇല തന്നെ വേണമില്ല. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 8 ഇലയാണോ 9 ഇലയാണോ, അതില്ല 10 അല്ല 11 ഉണ്ടോ കുഴപ്പമില്ല. കിട്ടുന്ന ഇലകളെല്ലാം ചേർത്തിട്ട് ഭക്ഷ്യയോഗ്യമായ ഇലകളെല്ലാം ചേർത്തിട്ട് നമുക്ക് ഈ പത്തിലത്തോരൻ ഉണ്ടാക്കാവുന്നതാണ്. അപ്പം നമുക്ക് 10 ഇലകളും അവൈലബിൾ ആയിട്ടുണ്ട്. 5-6 ഇലകൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ബാക്കിയുള്ളത് അവിടുന്ന് ഇവിടുന്നും ഒക്കെ ഒപ്പിച്ചാണ് നമ്മൾ ഈ പത്തിലത്തോരൻ വെക്കുന്നത്. നമുക്ക് എല്ലാ ഇലകളും ഒന്ന് പരിചയപ്പെടാം. പത്തിലത്തോരൻ വെക്കാനായിട്ട് നമ്മൾ ആദ്യം എടുക്കുന്നത് ചേമ്പും താളാണ്. ചേമ്പും താളെന്ന് പറയുന്നത് ഈ ചുരുണ്ടിരിക്കുന്നതാണ്. മറ്റേ ചേമ്പിലയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചുരുൾ മാറിയ ഇല കൂടി എടുത്തതാണ്. രണ്ടാമത്തേത് നമ്മുടെ ചേന ഇലയാണ്. അധികം മൂപ്പറ്റാത്ത ചേന ഇലയാണ് എടുക്കേണ്ടത്. എല്ലാം കുറേശ്ശെ എടുത്താൽ മതി. മൊത്തോടെ അരിഞ്ഞെടുത്തുമ്പോൾ നമുക്ക് കുറച്ച് കാണും. അടുത്തത് നമ്മുടെ സാമ്പാർ ചീരയാണ് മൂന്നാമത്തെ ഇല. നാലാമത്തെ ഇല തകരയിലയാണ് കേട്ടോ. തകരയില നമ്മുടെ വീട്ടിലില്ലായിരുന്നു, നമ്മൾ പുറത്ത് പോയി ഒപ്പിച്ചു. പക്ഷേ ഞാൻ ഈ പ്രാവശ്യം തകര കൊണ്ട് വെച്ച് അടുത്ത പ്രാവശ്യം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ എടുക്കണമല്ലോ. അടുത്തത് 5-ാമത്തെ ഇല നമ്മുടെ പൊന്നാരി വീരൻ ചീര ഉണ്ടല്ലോ, നമ്മുടെ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. 6-ാമത്തെ ഇല നമ്മുടെ വേലിച്ചീരയാണ്. ഈ പൊന്നാരി വീരനും വേലിച്ചീരയും തമ്മിൽ കാണുമ്പം ഒരുപോലെ ഇരിക്കുമെങ്കിലും ഇവർ രണ്ടുപേരും തമ്മിൽ നല്ല ഒരു വ്യത്യാസമുണ്ട്. രൂപത്തിലും ഭാവത്തിലും ഒക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇവർ രണ്ടും ഒന്നാണോ എന്ന് ഒരു കമൻറ്റ് വന്നതുകൊണ്ട് കേട്ടോ എടുത്ത് പറഞ്ഞത്. 7-ാമത്തെ ഇല നമ്മുടെ കുമ്പളത്തിൻ്റെ ഇലയാണ്. കുമ്പളം എടുക്കുമ്പോൾ നെയ്ക്കുമ്പളത്തിൻ്റെ ഇല തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ. പിന്നെ 8-ാമത്തെ ഇല മത്തൻ്റെ ഇലയാണ്. മത്തയില എനിക്ക് കിട്ടിയില്ലായിരുന്നു, അപ്പുറത്തെ വത്സലേമ്മയാണ് കേട്ടോ എനിക്ക് കൊണ്ടു തന്നത്. 9-ാമത്തെ ഇല നമ്മുടെ കോവലിൻ്റെ ഇല. 10-ാമത്തെ ഇല പയറിൻ്റെ ഇല. എല്ലാ ഇലകളും അധികം മൂപ്പത്താത്ത ഇലകൾ തന്നെയാണ് എടുക്കേണ്ടത്. മുരിങ്ങയില ഒഴിച്ച് ഭക്ഷ്യയോഗ്യമായ ഏത് ഇലകൾ വേണമെങ്കിലും നമുക്ക് പത്തിലത്തോരന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് തോരൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചട്ടി ചൂടായി കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് 1 സ്പൂൺ അരിയാണ് കേട്ടോ. നമ്മൾ ചോറ് വയ്ക്കാനൊക്കെ എടുക്കുന്ന അരി ഒന്ന് കഴുകി അരിച്ച് വെച്ചിരുന്നതാണ്, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അരി ഒന്ന് മൂത്ത് വരും, ഒന്ന് കളർ മാറി വരുമ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി ആണ്, ഒരു 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം, സവാള എടുക്കരുത് പത്തിലത്തോരന്. ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ് പത്തിലത്തോരൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് വരുന്നത്. അതുകൊണ്ടാണ് ചെറിയ ഉള്ളി തന്നെ ചേർക്കാൻ പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് കൂടി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് രണ്ടും ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച ശേഷം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം, ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട്. പച്ചമുളകും ചെറിയ ഉള്ളിയോട് ചെറുതായിട്ടൊന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ പത്തിലകൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത ഇലയും ഉള്ളിയും ഒക്കെ ആയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച ശേഷം ഇലകളൊന്ന് വേവാൻ വേണ്ടിയിട്ട് വീണ്ടും കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങ, വെളുത്തുള്ളി, 1 നുള്ളി ജീരകം, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് ഒന്ന് ചതച്ചെടുത്ത് അരപ്പാണ് നമ്മൾ ഈ തോരനിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഓരോ ഇലകൾക്കും ഓരോ തരം വേവായതുകൊണ്ട് 1 സ്പൂൺ വെള്ളം ഇങ്ങനെ ഒന്ന് തളിച്ച് കൊടുത്തിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് അടച്ച് വെച്ച് ഇങ്ങനെ വേവിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പത്തിലത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹെൽത്തിയും ആരോഗ്യപ്രദവുമായ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്തേക്കണേ. പുതിയ വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ.